Hello friends, Sonal Sajith YouTube channel സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രൈ സ്റ്റിക്ക്, അതായത് ഇതേപോലത്തെ ഡ്രൈ സ്റ്റിക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ പച്ചോലയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന 3 പച്ചോലയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സ്റ്റിക്കാക്കുന്നത് അതിനനുസരിച്ച് പച്ചോല എടുക്കണം. അപ്പോൾ നമുക്കിനി ഈ ഒരു ഓല തറച്ചിടാനുണ്ട്. അപ്പോൾ ഈ ഓല തറച്ചിട്ടതിന് ശേഷം ഈ ഓലയിൽ നമുക്ക് ഈർക്കിളൊന്ന് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇതേപോലത്തെ ഓട്ടയിലെ പാത്രം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ ഒരു ഓല ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഈർക്കിള് ബാക്കിൽ നിന്ന് വലിക്കുക. അപ്പം ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മൊത്തത്തിൽ റിമൂവ് ചെയ്യുന്നത്. എന്നാലും ചെറിയ രീതിയിൽ ആ ഓലേൻ്റെ കുറച്ച് കഷ്ണങ്ങൾ അതിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ എല്ലാ ഓലയിൽ നിന്ന് ഈർക്കിൾ വേർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വേർപ്പെടുത്തിയതിന് ശേഷം എല്ലാം ഒരേ ലെങ്ത് ആക്കുക. അപ്പം ഞാൻ വേറൊന്നും കൂടി ആക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ബാക്കി വന്നുകൊണ്ട് ആക്കിയതാണ്. അത് ഒരേ ലെങ്ത്, അതിൻ്റെ ലെങ്ത് അല്ല, അതിൻ്റെ കൂടെ കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇല്ലതെല്ലാം ഒരേ ലെങ്ത് ആക്കി വെക്കണം. അപ്പം ഞാൻ ബാക്കി വന്നുകൊണ്ട് മാത്രമാണ് ഈ ചെറുതും കൂടി ആക്കിയത്. അല്ലെങ്കിൽ ഒരേ ലെങ്ത് തന്നെ എല്ലാം ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കിനി ഈർക്കിളിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് വെക്കണം. ബാക്കിയെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളെ കയ്യിലേക്ക് കുറച്ച് ഫെവിക്കോൾ ആക്കിയതിന് ശേഷം ഈ ഒരു ഈർക്കിളിലേക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈർക്കിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഈർക്കിളി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈനെ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് അത് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളെന്തിനാ ഗ്ലൂ അപ്ലൈ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചൂടാക്കിയിട്ട് ഇത് ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് അത്, അതായത് പഴയ ഒരു ഷേപ്പിലേക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഈ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മളിപ്പം ബെൻഡാക്കില്ല ആ ഒരു ഷേപ്പിൽ തന്നെ അതവിടെ നിൽക്കൂ, സെറ്റായി കിട്ടൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗ്ലൂ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു പൈപ്പാണ്. അപ്പോൾ അധികം നീളം വേണ്ട, ആ ഒരു ഈർക്കിളിൻ്റെ ആ ഒരു നീളത്തിൽ മതി ഈ ഒരു PVC പൈപ്പ് എന്തെങ്കിലും സ്മൂത്ത് സർഫസിലെ പൈപ്പ് മതി. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈർക്കിളിയെല്ലാം ഒരേ ലെവലാക്കിയതിന് ശേഷം ഈ PVC പൈപ്പിൻ്റെ അറ്റത്തോട്ട് വെക്കുക. അതിനുശേഷം എന്തെങ്കിലും സെലോ ടപ്പോ ഇൻസുലേഷൻ ടാപ്പോ വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു വിധത്തിലും അത് അനങ്ങാൻ പാടില്ല. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും സെലോ ടപ്പോ ഇൻസുലേഷൻ ടാപ്പോ അങ്ങനെ എന്തെങ്കിലും ടാപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ബെൻഡ് ചെയ്യലാണ്. അപ്പം ബെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഈ രീതിയിലാണ് ബെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര അടുപ്പിച്ച് ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അടുപ്പിച്ച് തന്നെ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ബെൻഡ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ബെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻസുലേഷനോ സെലോ ടാപ്പോ ഉപയോഗിച്ച് നല്ല രീതിയിൽ അവിടെയും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ടത് മെഴുതിരിയാണ്. മെഴുതിരിയാണ് എടുക്കണമെന്നില്ല, എന്തെങ്കിലും ചൂടാക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഈർക്കിളിൻ്റെ ബെൻഡ് വരുന്ന സ്ഥലത്തിൽ നമ്മൾ ചൂടാക്കി കൊടുക്കണം. അപ്പോൾ അധികം ചൂടാക്കാൻ പാടില്ല, കാരണം അതിൻ്റെ ഉള്ളിലെ PVC അത് ഉരുകിപ്പോവും. പിന്നെ ഇത് കത്താനും സാധ്യതയുണ്ടാവും. അപ്പം ചെറിയൊരു മീഡിയം ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാ ബെൻഡ് വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് വരുന്ന സ്ഥലത്തെല്ലാം നമ്മളിങ്ങനെ ഹീറ്റാക്കി കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഭാഗം ചൂടായി. ഇനി അടുത്ത ബെൻഡിൽ ഇതേപോലെ ചൂടാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ ബെൻഡിലും നമ്മൾ ഇതേപോലെ ചൂടാക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം ചൂടാക്കാൻ പാടില്ല, അതിൽ PVC ഉരുക്കിപ്പോവും. അപ്പം ഒരു മീഡിയം ഹീറ്റ് കൊടുത്താൽ മതി അതിലേക്ക്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണും ഞാൻ ഇപ്പോൾ എവിടെയെല്ലാം ചൂടാക്കിയിട്ടില്ലതെന്ന്. അപ്പോൾ ഇങ്ങനെ ബെൻഡെല്ലാം വരുന്ന സ്ഥലത്ത് നമ്മളിത് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സെലോ ടാപ്പ്, നമ്മളവിടെ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സെലോ ടാപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇനി അത് ആവശ്യമില്ല. അതേപോലെ മുകളിലുള്ള സെലോ ടാപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണും നല്ല രീതിയിൽ അത് ബെൻഡായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഓരോന്നായിട്ട് ഇത് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കണം. കാരണം ഇതെല്ലാം ടൈറ്റ് ആയിട്ടല്ലേ. ഇതേപോലെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണും ഇതേപോലെ ഉണ്ടാവും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാ ഇർക്കിളും ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 ഇർക്കിളും ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഒരേ ലെങ്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ കാണാൻ രസം ഉണ്ടാവും. ഞാനിപ്പോൾ രണ്ടും വേറെ വേറെ ആക്കുന്നതുകൊണ്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതും എടുത്തതാണ്. അപ്പോൾ ഒന്ന് തന്നെ ആക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ലെങ്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് അതിന് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നിന് കളർ കൊടുക്കുന്നത് ബ്ലാക്കും സാധാ അക്രിലിക് കളറ്, പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് വൈറ്റുമാണ്. ഫാബ്രിക് കളർ തന്നെ, അക്രിലിക് ഫാബ്രിക് കളർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതിൽ നിങ്ങളെ ഐഡിയ പോലെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബ്ലാക്കും കൊടുത്തു, അതേപോലെ ഒന്ന് വൈറ്റും കൊടുക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഏതെങ്കിലും ഫ്ലവർ വേസിൽ വെച്ചതിന് ശേഷം നമുക്കിനി കാണാം.